യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ജീവിതാനുഭവങ്ങളും ദൈവവചനവുമായി നിൽപ്പാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അനേക വ്യക്തികളോട് വ്യക്തിപരമായി സുവിശേഷം പറയുവാൻ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്, നിത്യജീവന് വേണ്ടി കർത്താവ് കണ്ടിട്ടുള്ള സകല വ്യക്തികളും യേശുക്രിസ്തുവിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണിത്. ഇസ്രായേൽ ജനം അബ്രഹാം എന്ന ഒരുവനിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്താൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് അവർ. മിസ്രൈമിൽ ഫറവോന്റെ അടിമത്വത്തിൽ അവർ ഏറിയ നാൾ വസിച്ചിരുന്നു. എങ്കിലും കരുണാസമ്പന്നനായ ദൈവം അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്ത പ്രകാരം ആ 430 വർഷം കഴിഞ്ഞപ്പോൾ ആ ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരികയാണ്. അവരുടെ മരുഭൂമി യാത്രയിൽ അവർക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. പകൽ സൂര്യന്റെ വെളിച്ചം അവരെ ക്ഷീണിപ്പിക്കാതിരിക്കാൻ വേണ്ടി പകൽ മേഘസ്തമമായി, രാത്രിയിൽ അവരുടെ യാത്ര അനുഗ്രഹമായി തീരുവാൻ, അവർക്ക് വെളിച്ചം കൊടുക്കുവാൻ ഒരു അഗ്നി തൂണായ ദൈവ സാന്നിധ്യം അവരുടെ കൂടെയിരുന്നു. മരുഭൂമിയിൽ അത്ഭുതകരമായ നിലയിൽ അവരെ ദൈവം നടത്തുക. എത്രയോ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ജനമാണ് ഇസ്രായേൽ. എന്നാൽ അവരുടെ യാത്രയിൽ 2 പേർ മാത്രമാണ് മിസ്രൈമിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടവരിൽ കനാൻ ദേശത്തെത്തിയത്. പഴയ നിയമ ഇസ്രായേലിന്റെ ഓരോ ചരിത്രവും എഴുതപ്പെട്ടിരിക്കുന്നത് പുതിയ നിയമ ദൈവസഭയുടെ ബുദ്ധിയുപദേശത്തിനാണ്. ദൈവം തൻ്റെ ജനത്തിന്റെ പരിപാലനത്തിന് വേണ്ടി ഉപയോഗിച്ച അനേക വ്യക്തികൾ മാറിപ്പോയി. ദൈവജനം തന്നെ പലപ്പോഴും മാറിപ്പോയിട്ടുണ്ട്. യേശുക്രിസ്തു എന്ന ഏകനാൽ അവിടുത്തെ രക്തത്താൽ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ കൃപയിൽ നിൽക്കുന്നുവെന്ന് നാം നമ്മെ തന്നെ പരിശോധന ചെയ്യേണ്ട ആവശ്യമാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. ദൈവം ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ നടുവിൽ വസിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ കൊച്ചുമക്കളുടെ നടുവിൽ സമാഗമന കൂടാരത്തിൽ പലപ്പോഴും ദൈവസാന്നിധ്യം എഴുന്നള്ളി വന്നത്. ശലോമോന്റെ ആലയത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു. എന്നാൽ അനുസരണക്കേടുകൾ വ്യാപകമായപ്പോൾ ദൈവസാന്നിധ്യം വിട്ടുമാറുന്നതായിട്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലാക്കി പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം ക്രിസ്തുവിന്റെ ജനനം വരെയുള്ള ആ കാലഘട്ടം ഏകദേശം 400 വർഷക്കാലം ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ കൂടെ എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം ദൈവജനങ്ങളുടെ ഇടയിൽ കുറഞ്ഞു വരികയാണ്. കൃപയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കർത്താവിന്റെ വരവിനോട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലവോദിക്യ സഭയെ പോലെ നമ്മളും തഴക്കവും പഴക്കവും ഒക്കെ ആകുമ്പോൾ ദൈവസാന്നിധ്യത്തിന്റെ അഭാവത്തെ തിരിച്ചറിയാൻ കഴിയാതെ വരരുത്. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ അനുസരിച്ച് നടക്കുന്നുവോ, കർത്താവിന്റെ കൃപയിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവോ എന്ന് നമുക്ക് വിവേചിക്കാൻ കഴിയും. മത്തായി സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, അവരുടെ ഫലത്താൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ആത്മാവിന്റെ ഫലം പുറപ്പെടുക, സ്നേഹം, സമാധാനം, സന്തോഷം, സഹിഷ്ണുത എന്നിങ്ങനെയുള്ള സ്വഭാവങ്ങൾ ആ വ്യക്തിയിൽ നിന്നും പുറപ്പെട്ടു വരും. എന്നാൽ ജഡപ്രകാരം നടക്കുന്നതിൽ കൂടെയോ അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം ഈ കാര്യങ്ങൾ നിമിത്തമായിട്ട് ഒരു വ്യക്തി ക്രിസ്തുവിലാണ് വസിക്കുന്നു എന്ന് നമുക്ക് വിവേചിച്ചറിയാൻ കഴിയും. എന്നാൽ ഒരു പ്രാദേശിക ദൈവസഭ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നുവെന്ന് നമുക്ക് എങ്ങനെ വിവേചിച്ചറിയാൻ കഴിയും? ഞാനതേക്കുറിച്ച് കർത്താവിൽ നിന്നും പ്രാപിച്ചത് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, അവിടെ ദൈവസാന്നിധ്യം നിറഞ്ഞു കവിയുന്ന ആത്മീക ആരാധന ഉണ്ടായിരിക്കും. ആലയത്തിനുള്ളിലേക്ക് വരുന്ന ജനങ്ങളുടെ ഏക വിഷയം 2-3 പേരുടെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവിനെ ആരാധിക്കുന്നതിലായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ടാമത്, കൃപാവര ശുശ്രൂഷകളുടെ പ്രകാശനം ഉണ്ടാവും. മൂന്നാമത്, നമുക്ക് കാണാൻ കഴിയുന്നത് ആത്മശക്തിയുടെ പ്രദർശനം സംഭവിക്കുകയാണ്. നാലാമതായിട്ട്, ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ ദൈവജനത്തിന് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടേയിരിക്കും. പുതിയ ആത്മീയ മർമ്മങ്ങൾ ദൈവസഭയ്ക്ക് വെളിപ്പെട്ട് വരികയാണ്. അഞ്ചാമത്, ഞാൻ വിശ്വസിക്കുന്നു, ആത്മശക്തിയോടെ ദൈവിക ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ദൈവത്തിന്റെ ഭൃത്യന്മാർ അങ്ങനെയുള്ള ദൈവസഭകൾ എഴുന്നേറ്റിരിക്കും. അടുത്തതായിട്ട് ഞാൻ കർത്താവിൽ നിന്നും പ്രാപിച്ചത് പറയട്ടെ, ദൈവജനം തമ്മിലുള്ള ഐക്യത അത് അവിടെ സംഭവിച്ചിരിക്കും. നമുക്കറിയാം, ഇന്ന് ലോക മനുഷ്യന് ഐക്യതയില്ല, പല നിലകളിൽ മാറി പോവുകയാണ്. എന്നാൽ ദൈവസഭയ്ക്കകത്ത് ഐക്യതയുടെ ആത്മാവ് വ്യാപരിക്കുന്നതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിഷയങ്ങളെയും കവിയുന്ന ഒരു ദൈവിക ഐക്യത അങ്ങനെയുള്ള ദൈവസഭകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവസഭയെങ്കിൽ അവിടെ ശക്തമായ സുവിശേഷീകരണം ഉണ്ടാവും. തങ്ങൾ അറിഞ്ഞ ആത്മീക മർമ്മങ്ങൾ ദൈവജനങ്ങൾക്ക് മാത്രമല്ല, അത് ജാതികളിലേക്കും പകരപ്പെടുകയാണ്. സുവിശേഷീകരണം മാത്രമല്ല, ആത്മാക്കൾ കർത്താവിലേക്ക് വരികയും ചെയ്യും. ദൈവസഭ ആരംഭിക്കുമ്പോൾ
ആ മാളിക മുറിയിൽ 120 പേരും ഉണ്ടായിരുന്നുള്ളൂ. ആത്മശക്തിയോടെ അവർ വചനം പ്രസംഗിച്ചപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് 3000 പേര് കർത്താവിലേക്ക് വരിക. 4-ാം അധ്യായം വായിക്കുമ്പോൾ ആയിരങ്ങൾ കർത്താവിലേക്ക് വന്നു തിരുവെടുത്ത് തന്നെ പറയുന്നുണ്ട്. സഭ വളരുന്നതാണ്. ഒരു വർഷം ഒരു വ്യക്തിയെ പോലും കർത്താവിലേക്ക് നേടുവാൻ കഴിയാത്ത ആ കൂട്ടങ്ങളെ ദൈവസഭകളെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവസഭയെങ്കിൽ സഭകൾ വളർന്നിരിക്കും. ഇനി നിങ്ങൾ വിവേചിക്കുക, നിങ്ങൾ അംഗമായിരിക്കുന്ന പ്രാദേശിക ദൈവസഭകൾ എങ്ങനെയുണ്ട്? പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന സഭകളെങ്കിൽ ഇങ്ങനെയുള്ള ചില ഗുണവിശേഷങ്ങൾ നടക്കും എന്ന് കർത്താവിൽ നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ദൈവാത്മാവിനാൽ നടത്തപ്പെടാത്ത കൂട്ടങ്ങളിലോ അവിടെ ചടങ്ങുകളാകുന്ന ആരാധനകൾ ഉണ്ടാവും. ശബ്ദം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അവിടെ ഒരു സംഭവം നടക്കത്തില്ല. രോഗശാന്തിയെക്കുറിച്ചുള്ള പ്രസംഗം ഉണ്ടാകാം, പക്ഷെ രോഗശാന്തിയില്ല. പ്രവചന ശബ്ദങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിന് നിവൃത്തീകരണം സംഭവിക്കത്തില്ല. സുവിശേഷ യോഗങ്ങൾ നടത്തപ്പെടുന്നുണ്ടായിരിക്കാം, പക്ഷെ ആത്മാക്കൾ വിടിവിക്കപ്പെട്ടു വരത്തില്ല. ജഡീകന്മാരായ നേതാക്കന്മാരും അവരുടെ അധികാര കസേരകൾക്കായുള്ള മത്സരവും ഇങ്ങനെയുള്ള കൂട്ടങ്ങളുടെ നേതൃത്വങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആത്മശക്തിയോടുകൂടിയുള്ള ദൈവവചന വെളിപ്പാടും അതിൻ്റെ ശുശ്രൂഷകളെക്കാൾ ഉപരിയായിട്ട് ബുദ്ധിയിലുള്ള ഉപദേശങ്ങളും ആലോചനകളും ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അസംതൃപ്തരും വചനവ്യവസ്ഥയെ അലക്ഷ്യമാക്കുന്ന ദൈവജനങ്ങളും ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ ഉണ്ടാവും. എന്നെ കേൾക്കുന്ന നിങ്ങൾ തന്നെ വിവേചിക്കുക. നിങ്ങൾ അംഗമായിരിക്കുന്ന പ്രാദേശിക ദൈവസഭകൾ എങ്ങനെയുള്ള സഭയാണ്? ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ അവരുടെ ഇടയിൽ ലോകമാകുന്ന പുളിപ്പ് കയറിയതുപോലെ തന്നെ ഇന്ന് ദൈവസഭകളിലും ഇങ്ങനെയുള്ള പുളിപ്പുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പുളിപ്പുകൾ തിരിച്ചറിയുവാൻ കഴിയുന്നത് ഹൃദയദീക്ഷികൾ തുറക്കപ്പെട്ട വചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ആത്മീക ശുശ്രൂഷകന്മാർക്ക് മാത്രമാണ്. അല്ല എന്ന് വരികിൽ ആ പുളിപ്പുകൾ അകത്തേക്ക് കയറുകയും അത് മുഴുവൻ ആളുകളെ ബാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. വെളിപ്പാട് ദിവസം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എല്ലാവർക്കും വേണ്ടിയല്ല കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന് പ്രിയമുള്ള ഒരു ചെറിയ ശേഷിപ്പ് അകത്തുണ്ട്. ഏത് കാലഘട്ടത്തിലും ദൈവജനങ്ങളുടെ ഇടയിൽ ആത്മീയ തകർച്ചകൾ സംഭവിക്കുമ്പോൾ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒരു ചെറിയ ശേഷിപ്പിനെ കരുതിയിരിക്കും. സർദീസിലെ സഭയുള്ള ദൂതിൽ കർത്താവ് പൊതുവായൊരു വചനം പറയുന്നുണ്ട്, നീ മരിച്ചവനാകുന്നു. എന്നാൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്കവിടെ ഉണ്ട്. അത് സർദീസിലെ സഭയിലുള്ള ദൈവിക ശേഷിപ്പാണ്. എന്നതുപോലെ തന്നെ ലവോദിക്യ സഭയിലും ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിനെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നുണ്ട്, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ലവോദിക്യ പീരീഡിലും കർത്താവിനൊരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിന് വേണ്ടിയാണ് കർത്താവ് വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷമുള്ളവരോട് കൂടി ചേർന്ന് അവർ മലിനപ്പെട്ടു പോകാൻ പാടില്ല. തൻ്റെ ആടുകൾ തൻ്റെ ശബ്ദം കേൾക്കണമെന്നും അവർ വാതിൽ തുറന്ന് യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് കടന്നു വരണമെന്നും കർത്താവ് ആഗ്രഹിക്കുകയാണ്. രക്ഷ വ്യക്തിപരമായിരുന്നു എന്നതുപോലെ തന്നെ ആത്മീക വളർച്ചയും വ്യക്തിപരമായി തന്നെ നടക്കേണ്ടതാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഭേദാഭേദങ്ങളെ നിങ്ങൾ വിവേചിക്കണം. കർത്താവിന്റെ വീണ്ടുവരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ സഭകളിൽ വ്യാപരിക്കുന്ന പുളിപ്പിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ആത്മീയ മുന്നേറ്റം ഉണ്ടാകുവാൻ 1 കൊരിന്ത്യർക്ക് ലേഖനം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞുണ്ട്, ചിലർക്ക് വിവേചനപരം ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി സഭയിൽ വന്നാൽ, ഒരു കുടുംബം പുതുതായിട്ട് ദൈവസഭയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പാപസ്വഭാവമുള്ള ഒരു വ്യക്തി ദൈവസഭയിലേക്ക് വന്നാൽ, ശുശ്രൂഷകന്മാരെ ആണെങ്കിലും വിവേചിപ്പാൻ പക്വതയുള്ള ഒരാളെങ്കിലും ഉണ്ടായിരിക്കട്ടെ ദൈവസഭകളിൽ. അല്ല എന്ന് വരികിൽ ലോകത്താലുള്ള ഒഴുക്കിനൊപ്പം ദൈവസഭകളും ഒഴുക്കിലാകപ്പെടുവാനായിത്തീരും. കർത്താവിന്റെ വീണ്ടും വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭേദാഭേദങ്ങളെ വിവേചിച്ചുകൊണ്ട് ജയകരമായ ഒരു ആത്മീയ ജീവിതം നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിർത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.